No, 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 no. Wait. Wait. ഹലോ, ഗീതു മോഹൻദാസിൻ്റെയും യഷിൻ്റെയും പുതിയ പടമായിട്ടുള്ള ടോക്സിക്കിൻ്റെ വേറൊരു ടീസറും കൂടെ വന്നിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ലേഡീസ്. ഇവർ ഈ ഓരോ മാസം കൂടുമ്പോഴത്തേക്കിനും ഈ പടത്തിൻ്റെ റിലീസ് മാറ്റി വെക്കുന്നു, പുതിയ ടീസർ ഇടുന്നു, റിലീസ് മാറ്റി വെക്കുന്നു, പുതിയ ടീസർ ഇടുന്നു. എന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നത്? നിർത്ത്. ഇനി ടീസറും വേണ്ട, ട്രെയിലറും വേണ്ട, വരുന്നവർ വന്ന് കാണട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇവർ വിടണം. അതാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കിനും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് എനിക്ക്. കാരണം ഗീതു മോഹൻദാസ് മൂത്തോൻ പോലൊരു കിടിലൻ പടം. കാരണം എന്നോട് ഇപ്പോഴും ആൾക്കാർ ചോദിച്ചാൽ നിവിൻ പോളിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്, കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് മൂത്തോനുള്ളത്. അത് ഡയറക്റ്റ് ചെയ്ത് ഡയറക്ടർ ഈ റോക്കി ബായിൻ്റെ ഒച്ചയും ബഹളവും വെടിവെപ്പും എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന യഷുമായിട്ട് ഒരു കൊളാബറേഷൻ ചെയ്യുമ്പോഴത്തേനും എൻ്റെ പ്രതീക്ഷ ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ഇവർ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയിലേക്കായിരിക്കും പോകുന്നതെന്നുള്ള പ്രതീക്ഷയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആക്ച്വലി ഞാൻ ഇത് ന്യൂസ് വന്നപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ച പോലും ഇല്ല. കാരണം യഷ് ഇപ്പോൾ പുള്ളിയുടെ സ്റ്റാർഡത്തിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഗീതു മോഹൻദാസിൻ്റെ കൂടെ ഒരു പടം അനൗൺസ് ചെയ്യുമ്പോഴത്തേനും ഞാൻ വിചാരിച്ച ഒരു വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവിയാണെന്ന്. ആ ഒരു ബോൾഡ് ആയിട്ടുള്ള ചോയ്സിന് എനിക്ക് ഭയങ്കര അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ, അത് അനൗൺസ് ചെയ്തപ്പോൾ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓരോരോ പ്രൊമോഷണൽ മെറ്റീരിയലിൽ വരുമ്പോഴത്തേക്കിനും ഇത് ക്രിഞ്ചോ ഇത് അളിച്ച് വാരുവാണ്. ഓരോന്ന് കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ മനസ്സിൽ പറയും, ഇല്ല, ഗീതു മോഹൻദാസ് അല്ലേ, ഇങ്ങനെ പ്രൊമോഷനിൽ ഇങ്ങനെ കാണിച്ചാലും പടം വരുമ്പോഴത്തേക്കും പടം ക്ലാസ് ആയിരിക്കും. ഇത് ആദ്യത്തെ പ്രൊമോഷൻ ഞാൻ പറഞ്ഞു, ഓക്കെ, എൻ്റെ മനസ്സിനെ ഞാൻ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി. രണ്ടാമതൊരു ടീസർ വന്നു, എല്ലാവർക്കും അറിയാം അതിനകത്ത് എന്തായിരുന്നു, ഈ ഗുണ്ട് പൊട്ടിക്കലും ശവക്കല്ലറയും മേബി വളരെ കൂറായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്തു അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി. എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയില്ല, ഇത് ഗീതു മോഹൻദാസ് ആണ്. എത്രയൊക്കെ വിട്ടുകൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞാലും അവസാനം പടം വരുമ്പോഴത്തേക്കും നല്ലതായിരിക്കും എന്നൊരു പ്രതീക്ഷ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിലെ ഓരോ പാട്ടുകൾ വരുന്നു, ഓരോ പോസ്റ്റേഴ്സ് വരുന്നു, ഒന്നിനൊന്ന് ക്രിഞ്ചായിക്കൊണ്ടിരിക്കുന്നു. ട്രെയിലർ വന്നപ്പോൾ പിന്നെ പറയേ വേണ്ട. ഞാൻ ഈ അടുത്ത് കണ്ടതിൽ ഒരു വൻകിട കൂറ ട്രെയിലറായിരുന്നത്. എന്നിട്ട് ഞാൻ പോട്ടെ, ഇത് ശരിയാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം മനസ്സിൻ്റെ ഒരു കോണിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലത്തെ ഈ ടീസറും കൂടെ കണ്ടപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം ഞാൻ 8 മടക്കി എൻ്റെ പോക്കറ്റിൽ വെക്കുന്നു. ഇനിയിപ്പോൾ പടം വന്നാലും ഞാൻ പോയി കാണുമെന്നുള്ള, തിയേറ്ററിൽ കാണണമെന്നുള്ള എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മാറ്റി. ഇനി ഒരുപാട് പേര് കണ്ടിട്ട് നല്ലതാണെന്ന് വല്ല അഭിപ്രായം വരുവാണെങ്കിൽ മാത്രം ഞാൻ പോയി കാണാം. അല്ലാതെ എനിക്ക് വെറുതെ കൊണ്ടുപോയി പൈസ കളയാൻ തോന്നുന്നില്ല. കാരണം ആ ടീസറിൻ്റെ ഫസ്റ്റ് വരുന്ന ടെക്സ്റ്റ് തന്നെ എന്ത് ക്രിഞ്ചാണ്. ഇതൊക്കെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പടച്ചു വിടുമ്പോഴത്തേക്കിനും ഇതൊരു നല്ല ഐഡിയ ആണെന്ന് അഗ്രി ചെയ്യുന്ന ആരാണ്? എനിക്ക് അറിഞ്ഞൂടാ. ഏത് കിഴങ്ങേഷ് കുമാറാണ് ഇത് കണ്ടിട്ട്, ഓ സർ, നമ്മൾ പേരൻ്റൽ അഡ്വൈസ് മാത്രമല്ല, പേരൻസിൻ്റെ ഗ്രാൻഡ് പേരൻസ്, അവരുടെയും ഗ്രാൻഡ് പേരൻസ് ഇങ്ങനെ അടിച്ചിറക്കി വിടുമ്പോഴത്തേന് യവന്മാർക്കൊരു ഉടുപ്പില്ലേ? യവന്മാർക്ക് ഇതൊന്നും കാണുമ്പോഴത്തേന് ക്രിഞ്ചായിട്ട് തോന്നുന്നില്ലേ? അത് മാത്രമാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേനാണ് അതിൻ്റെ പുറകെ കൂടെ അത് കഴിഞ്ഞ ഉടനെ ഒരു പ്രമോദ് പാപ്പ എനിക്ക് അപ്രോച്ച് ചെയ്തിട്ട് ഇറക്കുന്നത്. ഒരു അളിഞ്ഞ വോയിസ് ഓവർ, ഈശ്വര എനിക്ക് വയ്യ, അളിഞ്ഞ വോയിസ് ഓവർ. പിന്നെ നയൻതാരൻ്റെ ഒരു ഷോട്ട്, ആ ഒരു ബൈക്കെ പോടെ ഒരു ഷോട്ട് മാത്രം എനിക്ക് പ്രതീക്ഷ തരുന്ന ഒരു സാധനം ഈ ട്രെയിലറിനകത്ത് മൊത്തത്തിൽ. ഇത് ലേഡീസ് ആൻഡ് ലേഡീസ് എന്ന് പറഞ്ഞ് ഒരു ടീസർ ഇറക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ? ഇവരൊരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർക്കൊരു പ്രോമിനൻറ്റ് പ്ലേസ് ഈ കഥയിലുണ്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ ടീസറും ലേഡീസ് ആൻഡ് ലേഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒബ്വിയസ്ലി ഈ ലേഡീസ് ക്യാരക്ടേഴ്സിനെ, ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ. ഇത് ടീസറിൻ്റെ ടൈറ്റിൽ ലേഡീസ് ആൻഡ് ലേഡീസ് എന്നിട്ടിട്ട് വീണ്ടും യഷിൻ്റെ തല തന്നെ, യഷിൻ്റെ ഫുൾ ഫിഗർ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. എനിക്കറിഞ്ഞൂടാ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൂറ വിഗ് വെച്ച് രുക്മിണി വരുന്നു, ഹുമാ ഖുറേഷി ഒരു വിയേർഡ് ഹെഡ് പീസൊക്കെ വെച്ച് വരുന്നു, ഫിഷ് ടാങ്കിൽ കിടക്കുന്ന കിയാറ അദ്വാനി. എനിക്കറിഞ്ഞൂടാ എന്താ ഈ സിനിമയിൽ നടക്കുന്നതെന്ന്.
പ്ലസ് ഈ KVN പ്രൊഡക്ഷൻസ് എനിക്ക് അറിഞ്ഞില്ല, ഇവർക്ക് പൈസ ഉണ്ടാക്കണമെന്നൊന്നും ഒരു ഉദ്ദേശം ഇല്ലാത്ത പോലെയാണ് 100-300 കോടി ചുമ്മാ കൊണ്ട കളയുക. കാരണം ജനനായകൻ ഓൾറെഡി എല്ലാവർക്കും അറിയാം, അത് ഒരുപാട് വളരെ ഒരു ഹൈ ബഡ്ജറ്റിൽ ഇറക്കിയിട്ട് ഒരുപാട് ഇഷ്യൂസ് ആയിട്ട് ഇപ്പോൾ ഷെൽവിലായിട്ടിരിക്കുന്ന ഒരു മൂവിയാണ്. ഒരു 250 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് അവിടെ ഫ്രീസ് ആയിട്ടിരിക്കുമ്പോൾ അവർ വീണ്ടും ഒരു 100-300 കോടി ഒരു സാധനത്തിലേക്ക് ഡംപ് ചെയ്തിട്ട് ഇവർ വിത്തൗട്ട് എനി കെയർ ഇവർ അളിഞ്ഞ പ്രോമോ തന്നെ വിട്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ട ആരാണിത് സിനിമയ്ക്ക് എക്സൈറ്റഡ് ആവുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കൊക്കെ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് പോകുകയാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും എനിക്ക് ഇവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നിങ്ങൾ ഇത്രയും ചെയ്തു, ഇത് മതി, ഇനി ഒന്നും ഇറക്കണ്ട. ഇനി ആൾക്കാരോട് വേണമെങ്കിൽ ഒരു പോസ്റ്റർ ഇറക്കിയിട്ട് ഇന്ന ദിവസമാണ് പടം ഇറങ്ങുന്നത്, അതിപ്പോൾ ടീസറിൻ്റെ അവസാനം ഉണ്ട്, അന്നൊരു പോസ്റ്റർ ഇറക്കുക, എന്നിട്ട് വേണേ വന്ന് കാണാമെന്ന് പറഞ്ഞ് വിടുക. ഇനിയും ഇറക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങളിത് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും KVN പ്രൊഡക്ഷൻസ് ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ എൻ്റെ പ്രതീക്ഷ ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പം ആ പ്രതീക്ഷ പോയി ഇത് എൻ്റെ വളരെ ബോട്ടം ഓഫ് ദി ബാരൽ ഹോപ്സ് ഉള്ളൊരു പടത്തിലേക്ക് ചെന്നിറങ്ങിയിട്ടുണ്ട്. കാരണം ഓരോ പ്രൊമോ മെറ്റീരിയൽ വരുമ്പോഴും B ഗ്രേഡ് ക്വാളിറ്റിയാണ്. ഒരു B ഗ്രേഡ് മൂവിയുടെ ട്രെയിലറിന് ടീസറിന് ഇതിലും ക്വാളിറ്റി ഉണ്ടാവും. ഇത് ഓരോ പ്രാവശ്യം ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ ഇവർ ദേ ജസ്റ്റ് കീപ് പുഷിങ് ഇറ്റ്. അത് പോയി ഇപ്രാവശ്യത്തതും കൂടെ ആയപ്പോൾ ക്രിഞ്ചാണ്. ഓരോ സാധനങ്ങൾ എന്നിട്ട് തൊലി പൊളിഞ്ഞ് തുടങ്ങി, വയ്യ ഇനി സഹിക്കാൻ. ആൻഡ് ഇതൊന്നും കണ്ടിട്ട് എനിക്ക് ഒരു 150% എനിക്ക് വിശ്വാസമില്ല ഇതൊക്കെ ഗീതു മോഹൻദാസാണ് പടച്ചു വിടുന്നതെന്ന്. ആണെങ്കിൽ തന്നെ എന്തു ദേശത്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും പടം വരട്ടെ, എന്നിട്ട് ആരെങ്കിലും പോയി കാണട്ടെ, ആരെങ്കിലും പോയി കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ, എന്നിട്ട് കൊള്ളാമെങ്കിൽ മാത്രം ഞാൻ പോയി കാണും. കാരണം ഇത് തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ എനിക്ക് വലിയ ത്വരയൊന്നുമില്ല. സാവധാനം ഇങ്ങനെ അറിയാതെ കാണുവാണെങ്കിലോ അല്ലെങ്കിൽ പടം ഇറങ്ങിയിട്ട് നല്ല അഭിപ്രായം ഉണ്ടെങ്കിലോ മാത്രം ഞാൻ പോയി കാണുള്ളൂ. നിങ്ങളും ടീസർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറ. കാരണം പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല അണ്ടക്കൂറ സാധനം. ആൻഡ് റെഡിറ്റിലൊക്കെ ഇപ്പോഴേ ആൾക്കാർ എടുത്തിട്ട് വാരി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഡിസേർവ്സ് ദാറ്റ് വൈറൽ, സോ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പടം കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക, കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.